തൃശൂർ മുൻ മേയർ എം.കെ. വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാജൻ പല്ലൻ അല്പസമയത്തിനും എം.കെ. വർഗീസിനെ നേരിൽ കാണും. 24 എക്സ്ക്ലൂസീവ്. ശ്രീകുമാരൻ തൃശൂരിൽ ചെയ്തു. ശ്രീജിത്ത് സ്വതന്ത്രനായി മത്സരിച്ചു. ഇഞ്ചോടിഞ്ച് വന്നപ്പോൾ ഇടതിന് പിന്തുണ കൊടുത്ത് മേയറായി. പിന്നീട് മേയറായി കാലാവധി തീരാറായപ്പോൾ ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചു. നിയമസഭ ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയില്ല. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുമെന്ന് നിലപാടും വ്യക്തമാക്കിയാൽ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുന്നു. എന്താണ് ഈ കഥ? പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ടു എന്നാണ് പറയുന്നത്. നമ്മോടൊപ്പം ശ്രീ എം.കെ. വർഗീസ് തന്നെ ചേരുന്നു. കുടുംബത്തിലേക്കുള്ളൊരു മടക്കം, പക്ഷേ അങ്ങ് സുരേഷ് ഗോപിയെ വല്ലാത്ത തോതിൽ പോഴ്ത്തിരുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് കോൺഗ്രസ്സുകാർ മുൻപ് പറഞ്ഞിരുന്നത്. ആ പിണക്കൊക്കെ മാറിയോ? വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ പോകുന്ന എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് എന്തെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? ഗ്യാരണ്ടിയുടെ ആവശ്യം എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 40-50 വർഷക്കാലമായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഒരാളാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അന്നത്തെ സാഹചര്യം അതായിരുന്നു. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എന്നെ സ്ഥാനാർത്ഥിയായി. അന്നത്തെ ആ സാഹചര്യത്തിനകത്തുണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചു. അന്ന് ആ സ്വതന്ത്രനായി മത്സരത്തിന് ശേഷം ജയിച്ചതിന് ശേഷം എനിക്ക് നാടിനകത്ത് എൻ്റെ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം ഞാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷവുമായി സഹകരിച്ചു പോയത്. യാതൊരു തരത്തിലുള്ള എഗ്രിമെൻറ്റ് ഞങ്ങൾ അന്നുമില്ല. അന്ന് ഇടതുപക്ഷമായിട്ട് കാര്യമായ ഭിന്നാഭിപ്രായം ഉണ്ടോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലും? ഇടതുപക്ഷത്തിനകത്ത് ഭിന്നാഭിപ്രായത്തിന് എനിക്ക് അഭിപ്രായത്തിന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്താഗ്രഹിച്ചു അത് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയാലും ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സാഹചര്യം, ഇപ്പോൾ നമുക്ക് അടുത്ത ഭരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UDFൻ്റെ കാലഘട്ടം വരാൻ പോവുക. ഒപ്പം തന്നെ ശ്രീ രാജൻ പല്ലൻ ഞാൻ മേയറായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു. നീണ്ട 5 വർഷക്കാലം പോരാട്ടം നടത്തി. വല്ലാതെ എന്താ പറയുക, മേയറുമായിട്ട് നേരിട്ടുള്ള തർക്കവും അടിയും ബഹളത്തിലേക്കൊക്കെ പോയൊരു ആളാണ് മത്സരിക്കുന്നത്. ആ തർക്കത്തിനകത്ത് എനിക്ക് പറയാനുള്ളത് അത് വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ മാത്രം, അതെല്ലാം കഴിഞ്ഞുപോയി. അതൊക്കെ പ്രാദേശികമായിട്ടുള്ള വികസനത്തിൽ വരുന്നതായിട്ടുള്ള ഒരുമിച്ച് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇനി 5 വർഷം UDF ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. നിരുപാധികമാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള ആവശ്യങ്ങളും ഞാൻ പറയുന്നില്ല. രാജൻ പല്ലൻ ഞാൻ പറഞ്ഞ വളരെ ഭാഗ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് രാജൻ പല്ലനാണ് തൃശ്ശൂർ ജയിക്കാനുള്ള സാധ്യത. ഒപ്പം തന്നെ രാജൻ പല്ലന് ഞാൻ ജയിക്കാനുള്ള സാധ്യത കൊണ്ടാണോ അങ്ങോട്ട് പോയത്? അല്ലല്ലോ, ഒരു പാർട്ടിയിലേക്കുള്ള മടക്കം തന്നെ. പാർട്ടിയിലേക്കുള്ള മടക്കം. പക്ഷേ രാജൻ പല്ലൻ 5 വർഷം എൻ്റെ പ്രതിപക്ഷ നേതാവായുമ്പോൾ 5 ചുരുങ്ങിയത് ഞാനും രാജൻ പല്ലനും 40 വർഷത്തെ ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പലതരത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏത് BJP-ക്കാർ ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്ന് തന്നെയാണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ BJP-ക്കാരെ അങ്ങനെ പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ അവർ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ അന്നും പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ അഭിപ്രായം. സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള അഭിപ്രായം മാറിയോ? അല്ല, സുരേഷ് ഗോപിയുടെ അഭിപ്രായമല്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസ് നിൽക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ എതിർക്കേണ്ടി പറയുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. എന്നാലും കോൺഗ്രസിലേക്ക് ഒരു നിരുപാധികം മടക്കം. അതെ, നിരുപാധികം. അദ്ദേഹത്തിന് പറയാനുള്ളത് നിരുപാധികമുള്ള ഒരു മടക്കം എന്നാണ് പറയുന്നത്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.